എല്ലാവർക്കും നമസ്കാരം. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. 18ാമത്തെ ദിവസമാണ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എന്ന സെഷൻ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഡിഗ്രി ലെവൽ പ്രിലിംസ് അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് 10th ലെവൽ മെയിൻസ് പോലുള്ള പരീക്ഷകൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെ ഫെമിലറൈസ് ചെയ്യുന്ന ഒരു സെഷനാണ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എന്ന സെഷൻ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടക്കുകയാണ്. തീർത്ഥാടക പിതാക്കന്മാർ പിൽഗ്രിം ഫാദേഴ്സ് സഞ്ചരിച്ച കപ്പലാണ് മെയ്ഫ്ലവർ ആണോ? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 2, അമേരിക്കയിൽ 13 കോളനികൾ സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരാണ്. കോളനൈസേഷൻ ഓഫ് അമേരിക്ക. 3, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. 4, ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1770-ലാണ്. ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1770-ലാണ്. 5, ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടിയാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774 രൂപീകരിച്ചത്. ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടിയാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ശരിയാണോ? 6ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തത് ചൈനീസ് വിപ്ലവമാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത് ചൈനീസ് വിപ്ലവമാണെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. 7, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15-ാമനാണ്. എനിക്ക് ശേഷം പ്രളയം, ആഫ്റ്റർ മീ ദ ഡെല്യൂഗ് എന്ന് പറഞ്ഞത് ലൂയി 15-ാമനാണ്. വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സൈന്യത്തോട് നെപ്പോളിയൻ പരാജയപ്പെട്ടു എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സൈന്യത്തോട് നെപ്പോളിയൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നു. 9, ഭീകരവാഴ്ച എന്നത് റെയിൻ ഓഫ് ടെറർ എന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്. ഭീകരവാഴ്ച എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്. 10, രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്. രക്തരൂക്ഷിതമായ ഞായറാഴ്ച. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. തീർത്ഥാടക പിതാക്കന്മാർ പിൽഗ്രിം ഫാദേഴ്സ് സഞ്ചരിച്ച കപ്പലാണ് മെയ്ഫ്ലവർ. ശരിയാണോ? ശരിയാണ്. ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കയിലെ റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തേത്, അമേരിക്കയിൽ 13 കോളനികൾ സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരാണോ? അതെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. 3, പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല. നോ ടാക്സ് വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ആണോ? അല്ല, ഇതെന്താണ്? അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കയുമായി ബന്ധപ്പെട്ടാണ്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1770-ലാണ് ആണോ? 1773-ലാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ് അല്ലേ? 5, ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടിയാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് രൂപീകരിച്ചത് 1774. ശരിയാണ്, സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇംഗ്ലണ്ടിൻ്റെ ടാക്സേഷനൊക്കെയായി ബന്ധപ്പെട്ടുള്ള നയങ്ങൾക്കെതിരെയാണ് ഈ പറയുന്ന ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് രൂപീകരിച്ചത് 1774. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത് ചൈനീസ് വിപ്ലവമാണ്. ചൈനീസ് വിപ്ലവമാണോ? അല്ല. ഏത് വിപ്ലവമാണ്? ഫ്രഞ്ച് റവല്യൂഷനാണ്. ഫ്രഞ്ച് റവല്യൂഷൻ. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15-ാമനാണ്. ആഫ്റ്റർ മീ ദ ഡെല്യൂഗ് എന്ന് പറഞ്ഞത് ലൂയി 15-ാമനാണ്. ശരിയാണോ? ശരിയാണ്. ഫ്രഞ്ച് റൂളറാണ് ഈ പറഞ്ഞ ലൂയി 15-ാമൻ. വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സൈന്യത്തോട് നെപ്പോളിയൻ പരാജയപ്പെട്ടു. ശരിയല്ലേ? 1815-ലായിരുന്നു ഈ ബാറ്റിൽ ഓഫ് വാട്ടർലൂ എന്ന് പറയുന്നത്. ആർതർ വെല്ലസ്ലിയാണ് യൂറോപ്യൻ ഫോഴ്സസിനെ നയിച്ചത്. ഇവിടെ നെപ്പോളിയൻ തോറ്റു പോവുകയാണ് ചെയ്തത്. 9, ഭീകരവാഴ്ച എന്ന ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്. ഭീകരവാഴ്ച റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. 10, രക്തരൂക്ഷിതമായ ഞായറാഴ്ച ബ്ലഡി സൺഡേ 1905 ജനുവരി 22 നടന്ന സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ഡെമോൺസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ക്ലാഷാണ് എന്ത്? രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത് റഷ്യൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത് ശരിയാണ്. ഭീകരവാഴ്ച ശരിയാണ്. വാട്ടർലൂ നെപ്പോളിയൻ പരാജയപ്പെടുകയാണ് ചെയ്തത്. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം ഫ്രഞ്ച് റവല്യൂഷൻ. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ. ബോസ്റ്റൺ ടീ പാർട്ടി 1773. ഇത് തെറ്റാണ്. ഈ പറഞ്ഞ പ്രാതിനിധ്യം ഇല്ലാതെ നികുതി ഇല്ല എന്ന ഫ്രഞ്ച് വിപ്ലവമല്ല, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അമേരിക്കയിൽ 13 കോളനികൾ സ്ഥാപിച്ച ബ്രിട്ടീഷുകാരാണ്.
ശരിയാണ്. തീർത്ഥാടക പിതാക്കന്മാർ സഞ്ചരിച്ച കപ്പലാണ് മേഫ്ലവർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൽ. എല്ലാം കിട്ടേണ്ടതാണ്. വളരെ ഈസി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ബൈ, ടേക്ക് കെയർ.